അവർക്ക് ഭരണം പിടിക്കണമെന്നുണ്ടെങ്കിൽ അവരെ കയ്യിലിപ്പോൾ ഉള്ളത് 41 സീറ്റാണ്. ഈ 41 എന്നുള്ളത് അവർക്ക് 30 സീറ്റ് വർദ്ധിപ്പിക്കണം. 30 സീറ്റും കൂടെ പിടിക്കണം എന്നുള്ള ഒരു ആദ്യത്തെ ബോധമുണ്ടെങ്കിൽ പിടിച്ചെടുക്കേണ്ട ഒരു സീറ്റാണ് കളമശ്ശേരി. ഇവിടെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ആളെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള ജമാൽ മണക്കാടൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ പൂർണ്ണമായി രംഗത്തുണ്ടാവും. VK ഇബ്രാഹിം കുഞ്ഞിനെ എതിർത്തിരുന്ന ലീഗുകാരും കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവർക്കത് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാപ്പ പറയുന്നതിനപ്പുറത്തൊരു വർത്തമാനമില്ല. മുസ്ലിം ലീഗിനെ സംഘടനാപരമായിട്ട് ശക്തിപ്പെടുത്താൻ അത് ഗുണം ചെയ്യും. ഒരു സീറ്റ് അവർക്ക് പിടിച്ചെടുക്കുമെന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കളമശ്ശേരി കൊണ്ടുവന്ന് നിർത്തിയാൽ ആ ഒരു സീറ്റ് പിടിച്ചെടുക്കാം. മറ്റേടത്ത് ആര് നിന്നാലും ജയിക്കും. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഡെപ്യൂട്ടി CM ആകാൻ സാധ്യതയുള്ളവരാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗിൻ്റെ എല്ലാമാണ്, ഏറ്റവും നല്ലൊരു മുഖവുമാണ് അദ്ദേഹം. അടുത്ത പ്രാവശ്യം കളമശ്ശേരിയിൽ മത്സരിക്കാനായിട്ടുള്ള ചില സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? അദ്ദേഹം മലപ്പുറം വിട്ടു പോരാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവർക്ക് ഭരണം പിടിക്കണമെന്നുണ്ടെങ്കിൽ അവരെ കയ്യിലിപ്പോൾ ഉള്ളത് 41 സീറ്റാണ്. ഈ 41 എന്നുള്ളത് അവർക്ക് 30 സീറ്റ് വർദ്ധിപ്പിക്കണം. അതാലോചിച്ച് നോക്കുക. അതത്ര എളുപ്പമല്ല നമ്മൾ ആദ്യം തൊട്ട് പറയുന്നുണ്ട്. കളമശ്ശേരി അവർ കാലങ്ങളായിട്ട് മത്സരിക്കുകയും ഇബ്രാഹിം കുഞ്ഞ് കുറേ കാലം പ്രതിനിധീകരിക്കുകയും ചെയ്തൊരു മണ്ഡലം. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ നിർത്തി, അദ്ദേഹത്തിന് നിർത്താൻ പറ്റാത്തതുകൊണ്ട് അപ്പം ഇപ്പുറത്ത് പെപ്പാര പണിതു. അങ്ങനെയാണ് സീറ്റ്. രാജീവ് ഏകദേശം 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ നിന്ന് ജയിക്കുന്നത് കളമശ്ശേരിയിൽ നിന്ന്. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ പരാജയപ്പെടുത്തി. അത് ലീഗിൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു, കോൺഗ്രസിന് എതിർപ്പുണ്ടായിരുന്നു. ആ വോട്ടുകളാണ് മറിഞ്ഞത്. അതിനു മുമ്പ് രാജീവ് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പം അവിടെ ലീഡ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ തൊട്ട് 3 വർഷം മുമ്പാണല്ലോ ലോക്സഭയിലേക്ക് മത്സരിച്ചത് 2019. ആ സമയത്ത് ലീഡ് ചെയ്തിട്ടില്ല, 2 വർഷം മുമ്പ്. അത് കഴിഞ്ഞിട്ട് വന്നപ്പം ഇത് വരാനുള്ള കാരണം അത് ഇബ്രാഹിം കുഞ്ഞിനോട് ഉള്ള പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകളും കാര്യങ്ങളുമാണ്. പക്ഷേ ഇബ്രാഹിം കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിനകത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും അടുത്ത ആളെന്ന് പറയുന്നത് ഇബ്രാഹിം കുഞ്ഞാണ്. PK ഇബ്രാഹിം കുഞ്ഞ്. ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഗോഡ് ഫാദർ കുഞ്ഞാലിക്കുട്ടിയാണ്. ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇബ്രാഹിം കുഞ്ഞ് നിന്നപ്പം ഇബ്രാഹിം കുഞ്ഞ് 12,000 വോട്ടിന് ജയിച്ച സ്ഥലമാണ്. അതിനു മുമ്പും 10,000 വോട്ടിന് ജയിച്ച സ്ഥലമാണ്. അന്നൊക്കെ CPMൻ്റെ AM യൂസഫാണ് നിന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വരുമ്പം ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ അല്ലാതെ വേറെ ആരെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ ഇബ്രാഹിം കുഞ്ഞ് തോപ്പിക്കും. എങ്ങനെ വന്നാലും തോൽക്കൽ ഉറപ്പായിട്ടുള്ള മണ്ഡലമായിട്ട് മാറി. അതാണ് അവിടെ സംഭവിച്ചത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ കൊച്ചിയും കളമശ്ശേരിയും തമ്മിൽ വെച്ചു മാറുക എന്നുള്ള ഫോർമുലയൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മണ്ഡലം തന്നെയാണ് കളമശ്ശേരി. ഒന്ന് PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF ഭരണം വന്ന ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, അതിന് യോഗ്യനുമാണ്. ഡെപ്യൂട്ടി CM ആകാതെ ഇനിയിപ്പോൾ പുള്ളിയെ എന്താ കൊണ്ടാക്കുക? അങ്ങനെയുണ്ടല്ലോ. CM എന്തായാലും ആക്കാൻ പറ്റില്ല, ഡെപ്യൂട്ടി CM തന്നെ ആക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് പറ്റുന്ന ഒരാളാണ്. കാരണം ലീഗിൻ്റെ ഏറ്റവും സൗമ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും പ്രകോപിതനായിട്ട് ഭയങ്കര പക്വതയിൽ ഇരുത്തം വന്ന പോലെ സംസാരിക്കും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഒരു വികാരവുമാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി മാത്രമേ ടേം ബാധകമല്ലാതെ മത്സരിക്കത്തുള്ളൂ. കുഞ്ഞാലിക്കുട്ടിക്ക് നിയമസഭയിലേക്കും അതേപോലെ ET മുഹമ്മദ് ബഷീറിന് ലോക്സഭയിലേക്കും അങ്ങനെ ഒരു ഇളവ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ അവിടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഉണ്ട്, ഏലൂർ മുനിസിപ്പാലിറ്റി ഉണ്ട്, ആലങ്ങാട് പഞ്ചായത്ത്, കടുങ്ങല്ലൂർ പഞ്ചായത്ത്, കരുമാല്ലൂർ പഞ്ചായത്ത്, കുന്നുകര പഞ്ചായത്ത്. അതിൽ ഏലൂർ മുനിസിപ്പാലിറ്റിയെ മാത്രമാണ് LDFൻ്റെ കയ്യിലങ്ങനെ ഉള്ളത്. അതിൽ തന്നെ ആലങ്ങാട് പഞ്ചായത്തിനകത്ത് 24 സീറ്റ് മൊത്തം ഉള്ളതിൽ ഇവർക്ക് 18 സീറ്റാണ് UDFന് കിട്ടിയത്. 2020 അവർക്ക് 6 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 6ൽ നിന്നാണ് 18ലേക്ക് പോകുന്നത്. അതായത് 12 സീറ്റ് പിടിച്ചെടുത്തു. അന്നത്തെ 3 ഇരട്ടിയാക്കി മാറ്റി. അതേപോലെ തന്നെ കുന്നുകര പഞ്ചായത്ത്, കരുമാല്ലൂർ പഞ്ചായത്ത് ഒക്കെ. ആലങ്ങാട് പഞ്ചായത്ത് ഇങ്ങനെ വലിയ ഭൂരിപക്ഷത്തിന് പിടിച്ചെടുക്കുന്നു എന്ന് പറയുമ്പം 3 പതിറ്റാണ്ടിന് ശേഷമാണ് പിടിച്ചെടുക്കുന്നത്. 3 പതിറ്റാണ്ടായിട്ട് ഇടതു മുന്നണി ഭരിച്ചിരുന്നത്. അതുമാത്രമല്ല, ഹൈബി ഈഡൻ ലോക്സഭയിലേക്ക് അവിടെ കിട്ടിയ ലീഡ് 38,447 കളമശ്ശേരി നിയോജക മണ്ഡലത്തിനകത്ത് നിന്ന് കിട്ടിയത്. കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരെത്രത്തോളം സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുള്ളത് എനിക്കറിയില്ല. കുഞ്ഞാലിക്കുട്ടിയെ ഇനി പുനലൂർ കൊണ്ടുപോയിട്ടാലും ജയിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണ്. ഇവർ കഴിഞ്ഞ തവണയൊക്കെ അബ്ദുറഹ്മാൻ തന്നെയായിട്ടും അതിന് മുമ്പ് ഓരോരുത്തരെ കൊണ്ടുപോയിടും. പുനലൂർ സീറ്റിൽ അല്ലെങ്കിൽ ഇവർ മത്സരിക്കരുത്, അത് കോൺഗ്രസിന് വല്ലതും കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ആളെ കൊണ്ടുപോയിടുകയാണെങ്കിൽ രാഷ്ട്രീയ ചാണക്യനാണ്. നമ്മൾ ഈ നരസിംഹറാവുവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ, അല്ലെങ്കിൽ അമിത്ഷായെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ അതിൻ്റെ മർമ്മം അറിയുന്ന ആൾ. അത് കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും ആയിരുന്നു ഈ UDFൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോണായിട്ട് നിന്നിരുന്നതും.
അതെപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ. അത് CPM-ൽ എങ്ങനെയാണോ VS അച്യുതാനന്ദനൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും കോടിയേരിയും പിണറായി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മുഖ്യമന്ത്രി ആൻ്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും കരുണാകരനായാലും ഈ കുഞ്ഞാലിക്കുട്ടി മാണി അതൊരു വല്ലാത്ത ബന്ധമായിരുന്നു. അത് കുഞ്ഞാപ്പയും കുഞ്ഞുമാണി എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് വേങ്ങരയാണ് നിലവിൽ. വേങ്ങര ആര് നിന്നാലും ജയിക്കും, മലപ്പുറത്ത് ആര് നിന്നാലും ജയിക്കും. പിന്നെ 40,000 50,000 വോട്ടിന് തന്നെ ജയിക്കണം നോക്കാതെ ഇവർ ഈ 30 സീറ്റും കൂടെ പിടിക്കണം എന്നുള്ള ഒരു ആദ്യത്തെ ബോധമുണ്ടെങ്കിൽ പിടിച്ചെടുക്കേണ്ട ഒരു സീറ്റാണ് കളമശ്ശേരി. രാജീവിനെതിരെ കുറേ പിന്നെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് താനും അവിടെ. ആയിട്ട് ചില എതിരഭിപ്രായങ്ങളും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പ്രാദേശിക നേതൃത്വത്തിലൊക്കെ പെട്ടവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ആളെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള ജമാൽ മണക്കാടൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ പൂർണ്ണമായി രംഗത്തുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഭരണം പിടിക്കലാണ് പ്രധാനം. VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ ടീം, കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും വിശ്വസ്തനാണ്. അപ്പം വലങ്കൈയായിട്ട് നിന്നിരുന്ന റൈറ്റ് ഹാൻഡായിട്ട് അവർ കൂടെ ഉണ്ടാവും. പിന്നെ VK ഇബ്രാഹിം കുഞ്ഞിനെ എതിർത്തിരുന്ന ലീഗുകാരും കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവർക്കത് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാപ്പ പറയുന്നതിനപ്പുറത്തൊരു വർത്തമാനമില്ല തീർച്ചയായിട്ടും ഈ മുസ്ലിം ലീഗിനകത്ത്. അങ്ങനെയാണ്. പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും ബാക്കിയുള്ളൊരു ഒരു ഫൈനൽ അഭിപ്രായം പുറത്തു പറയുന്നതേ ഉള്ളൂ. പുള്ളിക്ക് അതിനുള്ള കഴിവുമുണ്ട്. അപ്പോൾ പുള്ളി ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മലപ്പുറത്തുനിന്ന് വന്നിട്ട് മറ്റേത് ഈ മലപ്പുറത്തുനിന്ന് വരുന്ന ലീഗുകാർ മലപ്പുറത്തുനിന്ന് ഇത്ര മന്ത്രി ഈ പറച്ചിൽ ഒഴിവായി കിട്ടും. അവരുടെ ഒരു മന്ത്രി ഇവിടെ നിന്ന് അങ്ങ് വരും. പിന്നെ എറണാകുളം ജില്ലയിലോട്ട് ലീഗിൻ്റെ പിന്നെ ഡെപ്യൂട്ടി CM വരുന്നു എറണാകുളം ജില്ലയിൽ നിന്ന്, കളമശ്ശേരിയിൽ നിന്ന്. അത് മലപ്പുറത്തോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ എല്ലാം മലപ്പുറത്ത് കേന്ദ്രീകരിക്കുന്നു എന്നൊക്കെയുള്ള ഈ വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ വിവരക്കേടുകൾ പറയാൻ അവസരമുണ്ട്. അത് കൂടാതെ തന്നെ എറണാകുളം ജില്ലയിൽ മുസ്ലിം ലീഗ് ശക്തിയായിട്ട് മാറുകയും ചെയ്യും. എറണാകുളം ജില്ലയിൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ പെരുമ്പാവൂർ ആയിക്കൊള്ളട്ടെ, ആലുവ ആയിക്കൊള്ളട്ടെ, ഫോർട്ട് കൊച്ചി, എറണാകുളം, പിന്നെ നമ്മളുടെ മട്ടാഞ്ചേരി കൊച്ചി കൊച്ചി മണ്ഡലമാണ്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ വളരെ ശക്തിയായിട്ട് മാറും. കളമശ്ശേരി പ്രത്യേകിച്ച് നല്ല ശക്തിയുള്ള സ്ഥലമാണ്. തൃക്കാക്കര മണ്ഡലത്തിലെ കാക്കനാട് പോലുള്ള സ്ഥലം, കാക്കനാടല്ലേ മുസ്ലിം ലീഗ് ശക്തമാണ്. അപ്പോൾ അത് കാക്കനാട് തൊട്ട് പിന്നെ തൃക്കാക്കര മണ്ഡലത്തിൽ തന്നെ കൈപ്പടമുകളുടെ അവിടം വരെ ഒക്കെ മൊത്തം ഇവിടെ എല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ. അപ്പം മുസ്ലിം ലീഗിനെ സംഘടനാപരമായിട്ട് ശക്തിപ്പെടുത്താൻ അത് ഗുണം ചെയ്യും. ഒരു സീറ്റ് അവർക്ക് പിടിച്ചെടുക്കും എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും. അവർക്ക് പിടിച്ചെടുക്കാൻ അവർ നോക്കുന്ന സീറ്റുകൾ ഏതാ? മുസ്ലിം ലീഗിന് ഇപ്പോൾ പിടിച്ചെടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന സീറ്റ് പട്ടാമ്പി ഗുരുവായൂരും വെച്ച് മാറിയിട്ട് പട്ടാമ്പി പിടിക്കാനുള്ള ശ്രമം അവർക്ക് ഉണ്ട്. ബാക്കി അവരുടെ കയ്യിലുള്ള സീറ്റുകളെല്ലാം സുരക്ഷിതമാണ്. അത് പെരുന്തമണ്ണ പോലും സുരക്ഷിതമാണ്. പെരുന്തമണ്ണ കഴിഞ്ഞ തവണ കുറഞ്ഞ വോട്ടിനാണ് ജയിച്ചത്. പെരിന്തൽമണ്ണ നഗരസഭ ഉൾപ്പെടെ തകർന്നടിഞ്ഞു പോയി CPM-നകത്ത് ഉൾപ്പാർട്ടി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പെരുന്തമണ്ണ സീറ്റ് പോലും അതുമല്ല, നല്ല MLA ആണ്, ചെറുപ്പക്കാരനാണ്, നല്ല MLA ആണ്. പിന്നെ അവർക്ക് പിടിക്കാൻ പറ്റുമെന്ന് അവർ വിചാരിക്കുന്ന സീറ്റ് ഒന്ന് താനൂരാണ് ലീഗിനെ പിടിച്ചെടുക്കാൻ പറ്റുന്നിരുന്ന സീറ്റ്. ഗുരുവായൂർ വെച്ച് മാറിയിട്ട് പട്ടാമ്പി വരികയാണെങ്കിൽ പട്ടാമ്പി പിടിച്ചെടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷ ലീഗിനുണ്ട്. കാരണം ലീഗിന് അവിടെ സംഘടനാപരമായിട്ട് നല്ല ശക്തിയുണ്ട്. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിലോട്ടൊക്കെ ലീഗിൻ്റെ പ്രസിഡൻ്റൊക്കെ വരാറുള്ളത്. കോൺഗ്രസിനേക്കാൾ ശക്തിയുള്ള ഒരു പാർട്ടി ലീഗ് തന്നെയാണ് അവിടെ. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ എറണാകുളത്ത് വന്നിട്ട് കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുമ്പോൾ കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്. ആ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ മതേതരത്വത്തിനകത്ത് നമുക്ക് ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അവർ സെക്കുലർ പാർട്ടി, അങ്ങനെ മുസ്ലിം ലീഗ് പോലെ പാർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിം ചെറുപ്പക്കാർ മറ്റുള്ള ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് വെക്കുന്ന ഈ പിന്നെ വെൽഫെയർ പാർട്ടിയിലോ അല്ലെങ്കിൽ SDP-യിലോ ഒക്കെ പോയി ചേരും. അപ്പോൾ ഈ പാർട്ടി ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മളൊരു മതേതര ഈ ഫാബ്രിക് ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തിന് ഡെപ്യൂട്ടി CM-നെ കിട്ടുന്നു. VD സതീശനാണ് മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ രണ്ടും വരും. രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ KC ആണെന്നുണ്ടെങ്കിൽ ആ വിഷയം വരുന്നില്ല. അപ്പം ഈ 3 പേരാണല്ലോ ഇപ്പം പ്രധാനപ്പെട്ട നിൽക്കുന്നത്. അതിനിടയിൽ വേറെ ചില സ്ഥാനാർത്ഥികളും കയറി വരുന്നുണ്ട്. VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇങ്ങനെയുള്ള കുറെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇങ്ങനെയുള്ള അവസാനം മന്ത്രി പോലെ ചെറുപ്പക്കാർക്ക് നടക്കു വീഴുമെന്ന് എനിക്ക് സംശയമുണ്ട്. അത് സാധ്യതയില്ല. ഞാൻ ആവുന്നില്ലെങ്കിൽ എന്നാൽ എൻ്റെ നോമിനി ആക്കാൻ PC വിഷ്ണുവൊക്കെ ചിലപ്പോൾ സാധ്യതകളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ നമുക്ക് പറയണ്ട. അതെ ഇപ്പോൾ പറയണ്ട, വായിലൊരു പേര് വന്നതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് എടുക്കാൻ പറ്റുന്നവർ, കാരണം അവിടെ നിന്ന് തന്നെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു സീറ്റ് അവർ പിടിച്ചു. കുഞ്ഞാലിക്കുട്ടി കളമശ്ശേരി മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ കളമശ്ശേരി ജയിച്ചു. പിന്നെ ബാക്കിയുള്ള
ഈ 29 സീറ്റ് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. കയ്യിലുള്ളത് നിലനിർത്തുകയും വേണം കേട്ടോ. കയ്യിലുള്ളത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചും കാലുവാരി കയ്യിലുള്ളതിൽ കുറേയധികം സീറ്റുകളിൽ പ്രശ്നങ്ങളുണ്ട്, അത് ഉള്ള കാര്യം തന്നെയാണ്, ഇല്ലാത്ത കാര്യങ്ങളല്ല. അങ്ങനെ നിലനിർത്തുകയും വേണം. ലീഗിന്റെ കയ്യിലുള്ള സീറ്റിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ കൊടുവള്ളി ലീഗിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, കോൺഗ്രസിന്റെയും UDF-ന്റെ മറ്റ് ചില ഉടായ്പ ഘടകകക്ഷികളുടെ കയ്യിലുള്ള കാര്യം. അതെ, ഈ ഉടായ്പ ഘടകകക്ഷികളുടെ കാര്യത്തിൽ അവർ നന്നായിട്ട് വെള്ളം കുടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് പകരം അവർക്ക് വേറെ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു ഇലക്ഷനിലെ ഈ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ പല സീറ്റുകളും പിടിച്ചെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗ് നേതൃത്വം ഒരുപക്ഷെ ഗൗരവമായി പരിഗണിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് എന്നുള്ള സൂചനകളുണ്ട്. അങ്ങനെ കളമശ്ശേരി കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ കളമശ്ശേരി ജയിച്ചു, ഉറപ്പിച്ചു. അതുമല്ല, ഇപ്പോൾ ഇങ്ങ് മധ്യ കേരളത്തിലേക്ക് വന്നു, മലബാറിൽ നിന്ന് വരുന്ന ഒരാളല്ല കുഞ്ഞാലിക്കുട്ടി, എറണാകുളം ജില്ലയിൽ നിന്ന് വരിക. പുള്ളിയൊക്കെ കേരളത്തിൽ എവിടെയും കൊണ്ടേ പ്ലേസ് ചെയ്യണം. കാരണം ലീഗുകാർ കാണിച്ചൊരു മര്യാദയുണ്ട്. മലപ്പുറത്ത് മാത്രമായിട്ട് പുള്ളിയൊക്കെ ഒതുക്കി കളഞ്ഞു. 99%, അതായത് എൻ്റെ മഞ്ചേരിയിലൊക്കെ കുറച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്. ഈ തിരുരങ്ങാടി മണ്ഡലത്തിൽ അവിടെ മുസ്ലിങ്ങളല്ലാത്ത ഒരാളെ ഞാൻ ആ മണ്ഡലത്തിൽ അന്ന് പഠിക്കുന്ന കാലമാണ് പോയിട്ടുണ്ട്. പിന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുക. അവിടെ വേറൊരാളും ഇല്ല. അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഒരു ക്രിസ്ത്യാനിയായ AK ആന്റണിയെ അവിടെ നിന്ന് കരീമിനെ തോപ്പിച്ച് ജയിപ്പിച്ചു വിടുന്നത്. അപ്പം മുസ്ലിം ലീഗ് അന്ന് ചെയ്തതിൻ്റെയൊക്കെ നന്ദിയൊക്കെ തിരിച്ച് ജനങ്ങൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ വേറെ എവിടെയെങ്കിലും വന്നിട്ടുള്ള ഇതര മതസ്ഥർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ വന്നു നിന്നാൽ ജയിപ്പിച്ച് തന്നെയാണ്. അതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കളമശ്ശേരി കൊണ്ടുവന്ന് നിർത്തിയാൽ ആ ഒരു സീറ്റ് പിടിച്ചെടുക്കാം. മറ്റേടത്ത് ആര് നിന്നാലും ജയിക്കും. അതോടുകൂടി മുസ്ലിം ലീഗിൻ്റെ ഒരു ക്യാൻവാസ് മാറും. ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായെങ്കിലും ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിൽ മുഴുവൻ സ്വീകാര്യനായ നേതാവായിരുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ തട്ടകം എറണാകുളത്തേക്ക് ആയി എന്ന് വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നൊരു പൊളിറ്റിക്കൽ മെസ്സേജ് വല്ലാതെ ഉണ്ടാവും. അത് തൃശ്ശൂരിലെ തന്നെ ചാവക്കാട്, നാട്ടിക അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവിടുത്തെ തീരപ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പ്രദേശങ്ങളിലും അങ്ങനെയൊക്കെയുള്ള പിന്നെ പല ഏരിയകളിലും ഒക്കെ, കാരണം അവർ ഗുരുവായൂരിൽ മത്സരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ വലിയൊരു ഇളക്കം ഉണ്ടാവുകയും ആ ഒരു കടലിരമ്പം സാധാരണ കാസർഗോഡ് തൊട്ട് പാലക്കാട് വരെ മാത്രം നിൽക്കുന്ന, അതും പാലക്കാട് ജില്ലയ്ക്കകത്ത് മണ്ണാർക്കാടേ ഉള്ളൂ, നിൽക്കുന്ന ആ ഒരു എരമ്പൽ ഒരു ചെറിയ വേലിയേറ്റം സംഘടനാപരമായി അവർക്ക് എറണാകുളം വരെ വ്യാപിപ്പിക്കാൻ, അതായത് തൃശ്ശൂരും എറണാകുളവും കൂടെ അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കാൻ അവർക്ക് കഴിയും. കോട്ടയം ജില്ലയ്ക്കകത്ത് പോലും പൂഞ്ഞാറൊക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരു തരംഗം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി തീരുമാനം എടുക്കേണ്ടത് അവരാണ്.